ഉയർത്തി വായിച്ചാട്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. യെസ്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഈ ലേഖനങ്ങൾ പരിചയമുള്ളവർക്കറിയാം. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട പൗലോസിൻ്റെ ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. സ്തോത്രം. ഹല്ലേലൂയ. സഭ സ്തോത്രം വിശുദ്ധന്മാരുടെ കൂട്ടമാ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? സഭ വിശുദ്ധന്മാരുടെ കൂട്ടമാ. വിശുദ്ധന്മാരുടെ കൂട്ടത്തിനകത്ത് എങ്ങനെയും ജീവിക്കുവാനോ എങ്ങനെയും നിൽക്കുവാനോ എങ്ങനെയും സംസാരിക്കുവാനോ ഉള്ള അധികാരം വിശുദ്ധന്മാർക്ക് ദൈവം ഹല്ലേലൂയ ഏൽപ്പിച്ചിട്ടില്ല. വിശുദ്ധന്മാരുടെ കൂട്ടം സംസാരിക്കേണ്ടുന്ന, അവർ ഹല്ലേലൂയ ഇടപെടേണ്ടുന്ന, അല്ലെങ്കിൽ അവർ സംസാരിക്കേണ്ടതൊക്കെയാണ് ലേഖനങ്ങൾക്കകത്ത് പൗലോസ് അധികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്തോത്രം. ദൈവമക്കളെ, ലേഖനങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം നമുക്കറിയാം കണ്ണടയുമുണ്ട് കണ്ണാടിയുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലേഖനങ്ങൾ ഒരു കണ്ണാടിയാണ്. സ്തോത്രം. കാരണം ലേഖനങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ ഹല്ലേലൂയ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ കാണുന്നത് ക്ലാരിറ്റി ഇല്ലാത്ത സാധനങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും? അടുത്ത് കാണാൻ കഴിയും. സ്തോത്രം. കുറച്ചുകൂടെ വലുപ്പത്തിൽ കാണാൻ കഴിച്ചു. ഹല്ലേലൂയ. കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ കാണാൻ കഴിയും. അതാ കണ്ണാടിയുടെ പ്രത്യേകത. പക്ഷേ ഹല്ലേലൂയ കണ്ണാടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ അത് കാണുന്നത് നമ്മെ തന്നെയാണ്. സ്തോത്രം പറഞ്ഞ്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് നിന്ന് മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ വിമർശിക്കാനും മറ്റുള്ളവരെ ഹല്ലേലൂയ കുറവുകൾ കണ്ടെത്തുവാനുമല്ല പരിശുദ്ധാത്മാവ് അതിനകത്തൂടെ ഇടപെടുന്നത്. നമ്മളെ തന്നെ ഒന്ന് ആഴത്തിൽ ഇഴകീറി പരിശോധിക്കുന്നതാണ് ലേഖനത്തിൽ കൂടെ ഇടപെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ തന്നെ വചനങ്ങൾ കേൾക്കുമ്പോൾ, വചനങ്ങൾ ധ്യാനിക്കുമ്പോഴൊക്കെ സ്തോത്രം മറ്റുള്ളവരിലേക്കല്ല ഈ കണ്ണാടി തിരിച്ചു വിടേണ്ടത്. ഇത് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വെക്കണം. സ്തോത്രം. ഓരോ ദിവസവും ഹല്ലേലൂയ ഓരോ മണിക്കൂറും കിടക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കണം. ഇന്നെൻ്റെ ജീവിതത്തിനകത്ത് നടന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാതിരുന്നത്, ദൈവത്തിന് ഹല്ലേലൂയ വേദനിപ്പിച്ചത്, ഹല്ലേലൂയ ഇന്നിപ്പോൾ ഹല്ലേലൂയ ഡോക്ടർ സംസാരിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് താൻ അധികം പറഞ്ഞത്. സ്തോത്രം. എങ്ങനെയാണ് ഹല്ലേലൂയ ഞാൻ ആ ഒരു ഭാഗത്തിലേക്ക് തന്നെയാണ് വരുന്നത്. സ്തോത്രം. അത് കണക്റ്റഡ് ആയിട്ട് വരിക. ക്രിസ്തുവിനെ നിങ്ങളിൽ ഉരുവാകണം. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളിൽ സ്തോത്രം അധികമായി വർദ്ധിച്ചു വരണമെങ്കിൽ പ്രാർത്ഥനയും ആരാധനയും വചനധ്യാനവും നമ്മളിൽ അധികമുണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർ സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിനകത്ത് പറഞ്ഞു. സ്തോത്രം. സാധാരണ പ്രാർത്ഥനയുണ്ട്. സാധാരണ നമ്മൾ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ, അപ്പയെ അനുഗ്രഹിക്കണമേ, അമ്മയെ അനുഗ്രഹിക്കണമേ, എൻ്റെ സ്തോത്രം സ്കൂളിൽ പോകുമ്പോൾ ടീച്ചറിനെ അനുഗ്രഹിക്കണമേ. സ്തോത്രം. അതുപോലത്തെ ആ ഒരു പ്രാർത്ഥനയ്ക്കകത്താ ഇപ്പോഴും നാം ആയിരിക്കുന്നത്. സ്തോത്രം. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ശൈശവഘട്ടത്തിനകത്തെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞില്ലേ 3 മണിക്കൂർ പ്രാർത്ഥിച്ചു. സ്തോത്രം. നമ്മൾ സാധാരണ അനുഗ്രഹിക്കണമേ അല്ലെങ്കിൽ ഇവരെ നോക്കണമെന്ന് പറഞ്ഞാൽ 2-3 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന നിൽക്കും. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ ആത്മനിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കണമെങ്കിൽ അത് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്തേക്ക് ഈ ദിവസങ്ങളിൽ ദൈവജനം കയറണം. ഹല്ലേലൂയ. മണിക്കൂറുകൾ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കണമെങ്കിൽ അത് അന്യഭാഷയിൽ കൂടിയുള്ള ഹല്ലേലൂയ പ്രാർത്ഥനയാണ്. അതെന്ന് വെച്ചാൽ അത് മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. സ്തോത്രം. അതിൽ കൂടെ സംസാരിക്കുമ്പോൾ ദൈവം തിരിച്ച് നമ്മളോട് ഇടപെടും. സ്തോത്രം. തിരിച്ച് നമ്മളോട് സംസാരിക്കും. ഒരു വൺ വേ ആയി തീരത്തില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ പറഞ്ഞ് എണീറ്റ് പോകുന്നവരല്ല. തിരിച്ച് കർത്താവിന് നമ്മളോട് ഇടപെടാനുള്ള ശബ്ദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ പായിൽ നിന്ന് എഴുന്നേൽക്കാവൂ.
ഹല്ലേലൂയ. അപ്പോൾ നാം വായിച്ചത് പൗലോസ് ഗലാത്യ ലേഖനത്തിനകത്ത് എഴുതുമ്പോൾ ഗലാത്യ സഭയോടാ പറയുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ വേറെ ഒരു കുടുംബത്തോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോടല്ല പൗലോസ് ഇത് പറയുന്നത്. ഗലാത്യ സഭയോടാണ് ഇത് പറയുന്നത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനയോടെ. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം. സഹോദരിമാരോട് ചോദിച്ചറിയാം, അവരുടെ ജീവിതത്തിനകത്തെ പ്രസവ വേദനയുടെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ ഉരുവായപ്പോൾ താൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് അവരോട് ചോദിച്ചാൽ പറയും. സ്തോത്രം. ഏകദേശം 1 മാസം 2 മാസം. ഹല്ലേലൂയ. എന്തിനോടും പലതിനോടും ഇറിറ്റേഷൻ തോന്നും. സ്തോത്രം. പലതിനോടും എന്ത് ചെയ്യും? ഹല്ലേലൂയ. ചില സ്മെല്ലൊന്നും ആ സമയത്ത് പിടിക്കത്തില്ല. സ്തോത്രം. പലതിനോടും എന്ത് ചെയ്യും? ഇറിറ്റേഷൻ തോന്നും. സ്തോത്രം. വേദനകൾ വരും, ചിലർക്ക് ബ്ലീഡിങ് വരും, അസ്വസ്ഥതകൾ പലതും ഉണ്ടാകും. ഹല്ലേലൂയ. 9 മാസം 9 ദിവസം ഈ ഭാരവും ഈ വേദനയും ഈ കഷ്ടപ്പാടും ഹല്ലേലൂയ ഒക്കെ അനുഭവിച്ച് സ്തോത്രം ഹല്ലേലൂയ ആ വാർഡിലേക്ക് കയറി. സ്തോത്രം. അതിനേക്കാൾ കഠിനമാണ് ഹല്ലേലൂയ പ്രസവ സമയത്തെ വേദന. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു വ്യക്തി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, എത്രയോ ഹല്ലേലൂയ അസ്ഥികൾ ഒടിയുന്ന വേദനയാ പ്രസവ സമയത്തുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം പെയിൻ എടുത്ത് ഹല്ലേലൂയ സ്തോത്രം ഒരു കുഞ്ഞിനെ ജനിച്ച് ആ ഒരു ഊനമില്ലാത്ത കുഞ്ഞിനെ ആ മാതാവ് കാണുമ്പോഴാണ് ആ ഒരു വർഷത്തോളം അല്ലെങ്കിൽ 1 മാസത്തോളം താൻ അനുഭവിച്ച വേദന മാറുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ ഊനമില്ലാത്ത സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ കുഞ്ഞിനെ ഡോക്ടർമാർ എന്ത് ചെയ്യുന്നറിയാമോ? ആ പെയിൻ മറക്കാനായിട്ട് സ്തോത്രം ഹല്ലേലൂയ ഒന്നെങ്കിൽ ആ കുഞ്ഞിനെ സ്തോത്രം അമ്മയുടെ ദേഹത്തോട് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സ്തോത്രം മുഖത്തോട്ട് കൊണ്ടുവരും. സ്തോത്രം ഹല്ലേലൂയ. എന്ന് വെച്ചറിയാം, ആ പെയിൻ ഇത്രത്തോളം പെയിൻ മാറിക്കിട്ടണമെങ്കിൽ ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഈ അമ്മയുടെ പെയിൻ എല്ലാം മാറും. സ്തോത്രം. എന്നതുപോലെ പൗലോസ് ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുവാണ്, ക്രിസ്തു നിങ്ങളിൽ ജനിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഗലാത്യ സഭയെ നോക്കി ഈ ഗലാത്യ സഭയ്ക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് നോക്കുമ്പോൾ കയ്യടിയുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്തോത്രമുണ്ട്, സ്തോത്രാഴ്ചയിടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കുറവ് പൗലോസ് നോക്കുമ്പോൾ കാണുന്നു, ഇവരിൽ ഇപ്പോഴും ക്രിസ്തു ജനിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. 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 ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ദൈവജനത്തിനോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. നിങ്ങളിൽ ഇതുവരെയും ഈ യേശുവിൻ്റെ നാമത്തെ യഥാർത്ഥമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, ശരിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ ഉണ്ട്, ശരിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ യഥാർത്ഥമായിട്ട് ഈ ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ സ്നേഹത്തെ ഇതുവരെയും യഥാർത്ഥമായിട്ട് രുചിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, പൗലോസ് ഗലാത്യ സഭയ്ക്ക് പറയുന്നത് പോലെ ദൈവാത്മാവ് ചിലരെ വിരൽ ചൂണ്ടി പറയുകയാണ്, നിങ്ങളിൽ ഈ ദിവസങ്ങളിൽ ക്രിസ്തു ജനിക്കട്ടെ. ആ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നിത്യതയോളം നിലനിൽക്കുന്നതൊന്നുണ്ടെങ്കിൽ അതൊന്നും മറ്റൊന്നുമല്ല, അതാ കർത്താവിന്റെ സ്നേഹമാ. അപ്പോൾ ദൈവമക്കളെ നോക്കിക്കേ. സ്തോത്രം. കയ്യടിയുണ്ട്, ആരാധനയുണ്ട്, മറ്റൊന്നുമല്ല. പക്ഷേ ഹല്ലേലൂയ, ഇതൊക്കെയും എന്തിനാണെന്നറിയാമോ? ഇതൊക്കെയും എന്തെങ്കിലും നേടിയെടുക്കാനുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആലയത്തിനകത്ത് വരുമ്പോൾ പ്രാർത്ഥന നല്ലതാ, ആരാധന നല്ലതാ, എല്ലാം നല്ലതാ. ഹല്ലേലൂയ. ഇതൊക്കെയും പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്തെ റൂട്ട് തെറ്റിപ്പോകും. എന്നറിയാമോ? സ്തോത്രം. കൈയടിച്ചാലേ ഇത് കിട്ടത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കിട്ടത്തുള്ളൂ, ജോലി കിട്ടത്തുള്ളൂ, കാറ് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിഞ്ഞോണം ദൈവമക്കളെ, ഇതൊന്നും കിട്ടിയില്ലെങ്കിലും സ്തോത്രം, ഇതിനു വേണ്ടിയല്ല ആരാധന, ഇതിനു വേണ്ടിയല്ല പ്രാർത്ഥന, ഇതിനു വേണ്ടിയല്ല സ്തോത്രം, ഇതിനു വേണ്ടിയല്ല സ്തുതി. എന്തിനാണെന്നറിയാമോ?
നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. മറ്റൊരുവരിലും രക്ഷയില്ലാത്തതുകൊണ്ട്, മറ്റൊരിടവും രക്ഷയില്ലാത്തതുകൊണ്ട്, അവൻ മാത്രമാണ് രാജാതി രാജാവായതുകൊണ്ട്, അവൻ മാത്രം കർത്താതി കർത്താവായതുകൊണ്ടാണ് അവന് നന്ദി പറയേണ്ടത്. ഇന്ന് പകൽക്കാലം ആ വെളിപ്പാട് ഉള്ളിൽ കത്തുന്നവർ കരങ്ങളെ അടിച്ച് ആ രാജാതി രാജാവിന്, ആ കർത്താതി കർത്താവിന് ഇന്ന് പകൽ മഹത്വം കൊടുത്താട്ട്. ഓ ഹോ ഹോ ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരെ ദൈവാത്മാവ് തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ചങ്ങലകൾ അഴിയട്ടെ, ചില കെട്ടുകൾ പോട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്തേക്ക് ഇതുവരെയും ക്രിസ്തു ഉരുവായില്ലെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുക. ഓ, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, വിശ്വസിക്കുന്നവരുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ മേൽ. ഇന്ന് പകൽ ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്തെ ഇതുവരെയും രുചിച്ചറിയാഞ്ഞവർ, ഇതുവരെയും ആ സാന്നിധ്യത്തിലേക്ക് കയറിയവർ, വിട്ടുകൊടുത്തോ, വിട്ടുകൊടുത്തോ, നിങ്ങളെ വിട്ടുകൊടുത്തോ. അവൻ നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. അപ്പോൾ ഗലാത്യ സഭയെ നോക്കി പൗലോസ് പറയുന്നു, നിങ്ങളുടെ എല്ലാം ഉണ്ട്, നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ നിങ്ങൾ നല്ലവരാ, സ്തോത്രം, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ സംസാരിക്കുന്നു, കൈ കൊടുക്കുന്നു, സ്തോത്രം പറയുന്നു, നല്ലവണ്ണം വിശേഷങ്ങൾ അന്വേഷിക്കുന്നു, ഇതിനൊക്കെയും നിങ്ങൾ മിടുക്കരാ. പക്ഷെ ഒരു കുറവുണ്ട്, നിങ്ങൾ ഇതുവരെയും ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിനകത്തേക്ക് ഇതുവരെയും കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ദൈവമക്കളെ, മറ്റൊന്നും ജീവിതത്തിൽ നേടിയില്ലെങ്കിലും, മറ്റൊന്നും പ്രാപിച്ചില്ലെങ്കിലും, ഈ എന്തിനേക്കാളും അധികമായിട്ട് ഈ കർത്താവിനെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടത്തെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവിതം പരാജയമാകാൻ, നിന്റെ ജീവിതം പരാജയമാകാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ അത് പരാജയമാക്കുന്ന ദൈവമല്ല. നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ പൗലോസ് ഗലാത്യ സഭയെ നോക്കി പറയുന്നു, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകണം. ഹല്ലേലൂയ. അപ്പോൾ ഉരുവാകണം എന്ന് പറയുമ്പോൾ സഭയിൽ ആദ്യ കാലഘട്ടത്തിൽ ഈ ക്രിസ്തു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ എവിടെയൊക്കെയോ ഹല്ലേലൂയ അത് മാറിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. പരാജയപ്പെടാനുള്ള കാരണം ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം കൂടെ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ആമേൻ, സ്തോത്രം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ പറയുന്നു, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട്, വായിച്ചേ, സ്തോത്രം, സ്തോത്രം, ജഡം കൊണ്ട്. അപ്പോൾ ആത്മാവിൽ ആരംഭിച്ച സഭയാ, സ്തോത്രം, നിയോഗത്തോടെ ആരംഭിച്ച സഭയാ. പക്ഷേ എവിടെയൊക്കെയോ ജഡം കയറി. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ജഡത്തിൻ്റെ ഹിതം കയറിയിട്ട് പിന്നെ റൂട്ട് മാറി. സ്തോത്രം. റൂട്ട് മാറി പിന്നെ എന്താ, ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ് പുറത്തു വരുന്നത്. ആത്മാവിൻ്റെ സ്വഭാവം പുറത്തു വരേണ്ടതിന് പകരമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമല്ല പുറത്തു വരുന്നത്, ജഡീക സ്വഭാവമാണ് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്നുകിൽ നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ സ്വഭാവം പുറത്തു വരണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ജഡത്തിൻ്റെ സ്വഭാവം പുറത്തു വരണം. ഹല്ലേലൂയ. രണ്ട് മേഖലകളിൽ നാം നിൽക്കരുത്, രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടരുത്. ദൈവത്തിൽ ഹല്ലേലൂയ അവനെ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ആരാധിക്കുകയും ചെയ്യുന്ന ജൈവ ജനത്തിൽ കൂടെ പുറത്തു വരേണ്ടത് ജഡത്തിൻ്റെ സ്വഭാവമല്ല,
ആത്മാവിൻ്റെ സ്വഭാവം കണ്ട. ഹല്ലേലൂയ. ഒരു കാലത്ത് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിസരം നോക്കാതെ ദൈവത്തെ ആരാധിച്ചവരാ ഇവര്. സ്തോത്രം, മണിക്കൂറുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചവരാ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയവരാ. പക്ഷേ ഹല്ലേലൂയ, പൗലോസ് പറയുന്നു, ഇപ്പോ ഇവരിൽ വ്യാപരിക്കുന്നത് ഹല്ലേലൂയ ദൈവ സാന്നിധ്യമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമല്ല, ജഡത്തിൻ്റെ സ്വഭാവമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, പെന്തക്കോസ്തുകാരാണെന്ന് അഭിമാനിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ആ അഭിമാനമില്ല. സ്തോത്രം, ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരാണെന്ന് അഭിമാനിക്കുന്നവർ കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പെന്തക്കോസ്തിൻ്റെ ആരാധന എന്ന് പറയുന്നത് ചടങ്ങല്ല. ഹല്ലേലൂയ. പെന്തക്കോസ്തിൻ്റെ ആരാധന എന്ന് പറയുന്നത് ബുദ്ധിയിലുള്ളതല്ല. സ്തോത്രം, ഹല്ലേലൂയ. പെന്തക്കോസ്തിൻ്റെ ആരാധന എന്ന് പറയുന്നത് ആത്മനിറവിലുള്ളതല്ല. ഹല്ലേലൂയ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ, അത് ചടങ്ങല്ല, അത് സ്തോത്രം, ഹല്ലേലൂയ, ഒരു ലിമിറ്റേഷനിൽ വെച്ച് ഇവിടെ കൊണ്ട് തീരണമെന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ ലിമിറ്റേഷൻ അല്ല. ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്ന ഇടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്ന് പറയുന്നത് എഴുതപ്പെട്ട ശൈലിയല്ല, ഇത് ആത്മാവിൽ തീ കത്തുന്ന ഇടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും ബുദ്ധിയിൽ നിന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകുന്നതല്ല. ഇതിനകത്തിറങ്ങുമ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ ഇതിനകത്ത് നിന്ന് ആത്മാവിൻ്റെ തീ കത്തണം. ഹല്ലേലൂയ. ഇതിനകത്തൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കണം. ഭാരത്തോടെ, വേദനയോടെ, ഹല്ലേലൂയ, ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് ഞുറുങ്ങി ഹല്ലേലൂയ വരുന്നവരുടെ ജീവിതത്തിനകത്തേക്ക് ഇത് ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഡോക്ടർ പറഞ്ഞപ്പോൾ കേട്ടില്ലേ, പലയിടങ്ങളിലും അന്വേഷിച്ചു പോയതാ ഒരു ഹല്ലേലൂയ രോഗസൗഖ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ, പലയിടങ്ങളിലും പോയതാ. പക്ഷേ അവസാനം ചെന്നെത്തിയത് ഈ ക്രിസ്തുവില. ഹല്ലേലൂയ. ഈ ക്രിസ്തു തന്നിൽ ഉരുവായപ്പോഴാണ് യഥാർത്ഥ സ്നേഹം യേശുവിൽ കൂടി മാത്രമേ ഉള്ളൂ തിരിച്ചറിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പരാജയം ഗലാത്യ സഭയ്ക്കകത്ത് സംഭവിക്കുന്നത് അവരാത്മാവിൽ തുടങ്ങി, അവിടെ ഹല്ലേലൂയ ഇപ്പോൾ ചെന്ന് എത്തിയിരിക്കുന്നത് ജഡത്തിലാ. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മാറ്റിവെച്ചിട്ട്, ജഡത്തിൻ്റെ ഹിതത്തെ മാറ്റിവെച്ചിട്ട് ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കുഞ്ഞെ നീ ഏൽപ്പിച്ചു കൊടുത്താൽ ഇതുവരെയും കാണാത്ത നിന്റെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിക്കാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. ദുഷ്ടൻ ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ മൂടിയിട്ടിട്ടില്ലേ? ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം, ഹല്ലേലൂയ, ഒന്നിട്ടിട്ട് ഹല്ലേലൂയ അതിനകത്തു നിന്ന് മറ്റൊന്നും പുറത്ത് കാണാൻ കഴിയാതെ മൂടുപടം പോലെ ഇട്ടിരിക്കുന്നില്ലേ? അതിനെ മാറണമെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, മറ്റൊന്നും കൊണ്ട് കഴിയത്തില്ല. നമ്മളിൽ ആത്മാവ് വെളിപ്പെടണം. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാ. ഹല്ലേലൂയ. പൗലോസ് പ്രാഗൽഭ്യത്തോടെ ഹല്ലേലൂയ ലേഖനത്തിനകത്തൂടെ പറയുകയാണ്, സ്തോത്രം, ഞാൻ എന്ത് ചെയ്യുക? ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 8-ാം വാക്യം വായിക്കേണ്ട. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അടുത്ത ഭാഗം ഞാൻ പറയുന്നു, ആത്മസ്വഭാവമുള്ളവർക്ക്, ആത്മാവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉള്ളവർക്കു മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരത്തിൽ വിട്ടാലും ഞാൻ അവനെ പ്രസാദിപ്പിക്കുവാനാകുന്നു അഭിമാനിക്കുന്നു. പൗലോസ് പറയുക, കൊരിന്ത്യർ ലേഖനത്തിനകത്ത്, ഈ ശരീരം വിട്ടാലും ഈ ശരീരത്തിൽ നിന്നാലും എനിക്കൊന്നേ ആഗ്രഹമുള്ളൂ, മറ്റൊന്നുമല്ല, എനിക്കെൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം. മനുഷ്യനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു പരിധി കഴിഞ്ഞിട്ട് അവരിട്ടിട്ട് അവരെ പാട്ടിന് പോകും. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ, ദൈവത്തിന്റെ കൂടെ നിന്നാൽ, അവന് തക്ക മഹത്വം കൊടുത്താൽ, അവൻ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. അന്ത്യത്തോളം 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 ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ മാർന്നു കളഞ്ഞാലും, ആരൊക്കെ ഇട്ടിട്ട് പോയാലും ഈ കർത്താവ് നമ്മളെ ചേർത്തു പിടിക്കും. ഹല്ലേലൂയ. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഒരു നിമിഷം ചാടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ.